കശുവണ്ടി വികസന കോർപ്പറേഷന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളെല്ലാം ചിന്നക്കടയിലെ വിപണന സംസ്കരണ കേന്ദ്രത്തിൽ ലഭ്യമാണ്. നവകേരള സദസ്സും ക്രിസ്മസും പ്രമാണിച്ച് പരിപ്പ് വാങ്ങുന്നവർക്ക് ഇവിടെ നിന്നും 30% ഡിസ്കൗണ്ട് ലഭിക്കും. കോർപ്പറേഷന്റെ എല്ലാ ഉൽപ്പന്നങ്ങളും പ്രദർശന കേന്ദ്രത്തിലുണ്ട്. പുതിയ തലമുറയിൽപ്പെട്ടവർക്ക് കശുവണ്ടിയുടെ പ്രോസസിംഗ് രീതി മനസ്സിലാക്കാൻ കഴിയുന്ന സംസ്കരണ പ്രദർശനവും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. തറയിലിരുന്ന് തോട്ടണ്ടി തല്ലിയെടുക്കുന്ന പഴയകാല രീതി കൗതുകകരമായ കാഴ്ചയാണ്. ഒപ്പം പുതിയ കാലത്ത് കട്ടിംഗ് മെഷീനിലൂടെ ഷെല്ലിംഗ് ജോലി ചെയ്യുന്നതും പീലിംഗ്, ഗ്രേഡിംഗ് ജോലികൾ ഫാക്ടറിയിൽ ചെയ്യുന്ന രീതികളും പ്രദർശന സ്റ്റാളിൽ സജ്ജമാക്കിയിട്ടുണ്ട്. നവകേരള സദസ്സിന്റെ ഭാഗമായി ചിന്നക്കടയിൽ ഒരുക്കിയിട്ടുള്ള പ്രദർശന വിപണന മേള മുകേഷ് ML ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു. എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഇത്രയും കൂടുതൽ കശുമാവ് ഞാൻ കണ്ടിട്ടില്ല. ആ പൈസക്കരി എന്ന് പറയുന്ന സ്ഥലം തന്നെ കശുമാവിന്റെ ഒരു കോട്ടയാണ്. അവിടെ അവരെല്ലാവരും തന്നെ ജീവിതമാർഗവും കശുമാവാണ്. അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് എല്ലാം നോക്കിയിട്ട് അവിടുത്തെ ആൾക്കാരെടുത്ത് പ്രധാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ചോദിച്ചു, ഈ കശുമാവ് പണ്ട് മുതലേ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഈ കശുവണ്ടിയൊക്കെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ ചുട്ട് തിന്നുവോ? അതെന്താണ്? അയ്യോ, അത് ഞങ്ങളുടെ പ്രധാന വരുമാനമാണ്, വ്യവസായമാണ്. എനിക്ക് എന്താണ് അത്? കൊല്ലം എന്ന് പറയുന്ന സ്ഥലമുണ്ട്, അറിയുമോ? കേട്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞ കേട്ടിട്ടുണ്ട്. അതായത് തലസ്ഥാനം തിരുവനന്തപുരത്ത് നിന്ന് കുറച്ച് ദൂരമാണ്. കൊല്ലം കഴിഞ്ഞിട്ടാണ് തിരുവനന്തപുരം. കൊല്ലം പോയിട്ടുണ്ടോ? പോയിട്ടുണ്ടെങ്കിൽ അവിടെ പോകണം. ഞാൻ പോയിട്ടുണ്ട്. എന്താണ്? അല്ല, അവിടത്തേക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത്. ഇവിടുന്ന് നേരെ കൊല്ലം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടുത്തെ അണ്ടി ഓഫീസുകളിലേക്കാണ് ഞങ്ങൾ കൃഷി ചെയ്ത് കഷ്ടപ്പെട്ട് ഇതിനകത്ത് ചാക്ക് കെട്ടി ആക്കി കൊടുക്കും. അങ്ങനെ കൊല്ലംകാരെന്ന നിലയിൽ വലിയൊരു അഭിമാനം എനിക്ക് തോന്നി. KSFE ചെയർമാൻ K. വരദരാജൻ ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി. കശുവണ്ടി കോർപ്പറേഷൻ ചെയർമാൻ S. ജയമോഹൻ യോഗത്തിൽ അധ്യക്ഷനായി. ചടങ്ങിൽ ജീവനക്കാരും തൊഴിലാളികളും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. സി മലയാളം ന്യൂസ്, കൊല്ലം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.